ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ നാലാമത്തെ മൊഡ്യൂളില് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക, എന്നിട്ട് ബാക്കി നോക്കാം. ഓക്കെ, ആദ്യം Duvigalix Limited provides the following information for the year ended 31st March 2024. Okay, sales 14,50,000, furniture and fittings 50,000. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ എൻ്റെ കൂടെ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടാവുക. ഏറ്റവും ബെസ്റ്റ് എഴുതിയെടുക്കായിരിക്കും, കാരണം ഞാൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ക്വസ്റ്റ്യൻ കാണിക്കൂല, ഡിസ്കസ് ചെയ്ത് പോവായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഡിസ്കൗണ്ട് 10,000, അഡ്വർടൈസ്മെന്റ് 15,000, ബാഡ് ഡെറ്റ്സ് 4,000. ഈ ഒരു ഏരിയ നല്ലപോലെ ഒന്ന് നോക്കുക. ഇത് നമുക്ക് എക്സ്ട്രാ ഒരു ഡിസ്കഷൻ ചെയ്യാനുള്ള ഒരു ഏരിയ. ഓക്കെ, എക്സൈസ് ഡ്യൂട്ടി 3,000, കമ്മീഷൻ 6,000, ട്രേഡ് കമ്മീഷൻ റിസീവ്ഡ് 3,000, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ആറെന്ന് കൊടുത്ത റോ മെറ്റീരിയൽ 12,000, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ 4,60,000, റെന്റൽ ഇൻകം 2,000, റെന്റൽസ് 3,000. ശ്രദ്ധിക്കുക, ഈ ഒരു ഇതില് നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഐറ്റം തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻകം എന്ന് പറയുന്നത് റിസീവ്ഡ് എന്നോ ഇൻകം എന്നോ സ്പെസിഫിക്കലി പറഞ്ഞത് മാത്രമേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇൻകം ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ കേസ് തന്നെ എടുത്തു നോക്കുക, റെന്റൽ ഇൻകം റെന്റൽസും ഉണ്ട്. ഇതിലിപ്പോ ഏതാ എക്സ്പെൻസ് ഏതാ ഇൻകം? സ്പെസിഫിക് ആയിട്ട് ഇൻകത്തിന്റെ കേസിൽ സ്പെസിഫിക്കലി റിസീവ്ഡ് എന്നോ അല്ലെങ്കിൽ ഇൻകം എന്നോ പറഞ്ഞാലേ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ ഈ കമ്മീഷൻ നോക്കാം, ഈ കമ്മീഷൻ നമുക്ക് എക്സ്പെൻസ് ആയി എടുക്കാൻ പറ്റുള്ളൂ, കാരണം ഇവിടെ കമ്മീഷൻ റിസീവ്ഡ് എന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ റിസീവ് ചെയ്തോടത്ത് കൃത്യമായിട്ട് റിസീവ്ഡിന്റെ പേര് ഇത് എന്തിട്ടുണ്ട്, വ്യക്തമായി തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്കൗണ്ട് നമുക്ക് എക്സ്പെൻസ് ആയി എടുക്കാൻ പറ്റുള്ളൂ. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഒന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് ഓരോന്നും അത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് 12,000, അതർ ബോറോയിങ് കോസ്റ്റ് 2,000, സാലറി വേജസ് 3 lakh, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് 1 lakh, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 4 lakh, ബിൽഡിംഗ് 2 lakh, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് WIP 12,000, ഡീലർ റേറ്റ്സ് ഇത് എക്സ്പെൻസ് ആയി എടുക്കാൻ പറ്റുള്ളൂ, കാരണം ഇവിടെ ഇൻകത്തിന്റെ പ്രത്യേകിച്ചുള്ള ഒരു ഇത് പറഞ്ഞിട്ടില്ല. ഇത് ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു പോരായ്മ, ഡെബിറ്റ് ട്രയൽ ബാലൻസ് തരാണെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് സ്പെസിഫിക്കലി തന്നിരുന്നെങ്കിൽ നമുക്കിത് സുഖമായിട്ട് ചെയ്യായിരുന്നു. ഓക്കെ, സൺഡ്രി ഡെറ്റേഴ്സ് 40,000, ഡിസ്ട്രിബ്യൂഷൻ ഫ്രൈറ്റ് ഇതും എക്സ്പെൻസ് ആയി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 4,000, ട്രാൻസിസ്റ്റ് ഇൻഷുറൻസ് 1,000 ആണ് വരുന്നത്. ട്രാൻസ്ഫർ ഫീ റിസീവ്ഡ്, കണ്ടോ ഇൻകം വന്നപ്പോൾ കൃത്യമായിട്ട് സ്പെസിഫിക്കലി റിസീവ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട് 2,000. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ശ്രദ്ധിക്കുക FG എന്ന് കൊടുത്ത ഫിനിഷ്ഡ് ഗുഡ്സ് 80,000. സർപ്ലസ് അക്കൗണ്ട് നമ്മള് നിലവിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് മറ്റൊരു പേര് കൊടുത്തതാണ്. ഇൻട്രസ്റ്റ് ഇൻകം, കണ്ടോ ഇൻകത്തിന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് 6,000. ഡിവിഡൻഡ് റിസീവ്ഡ് 4,000. ക്ലോസിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയൽ 1,20,000 ഉണ്ട്. WIP വർക്കിംഗ് പ്രോഗ്രസ് 16,000 ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 70,000 ഉണ്ട്. പിന്നെ ഡെറ്റേഴ്സിന്റെ മേലൊരു 10% ബാഡ് ഡെറ്റ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിന് മേലിൽ ഡിപ്രീസിയേഷൻ 20%, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന്റെ മേലിൽ 10%, ഇൻകം ടാക്സ് പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ 30%. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് കാണാനാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ ബാഡ് ഡെറ്റിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം, നല്ലപോലെ മനസ്സിലാക്കുക. സാധാരണഗതിയിൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എങ്ങനെ കാണാം, ഡെറ്റേഴ്സ് ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാലൻസ് എന്താണോ അതിന്റെ മേലാണ് പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡെറ്റേഴ്സിന്റെ മേലിൽ തന്നെ എന്ത് ചെയ്യാം, കാണാൻ പറ്റും. അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ട്രയൽ ബാലൻസിൽ തന്നു എന്ന് പറഞ്ഞാൽ ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിൽ തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി ബാഡ് ഡെറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാഡ് ഡെറ്റ് അഡ്ജസ്റ്റ്മെന്റിലായിരുന്നു തന്നതെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് എൻട്രി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ചെയ്തിട്ടില്ല.
അങ്ങനെ വരുമ്പോൾ നമ്മളെ ഡെറ്റേഴ്സ് കുറച്ചിട്ടില്ല. ആ കുറക്കാത്തതിന്റെ പേരിൽ തന്നെ ഇനി ഡെറ്റേഴ്സ് ബാഡ് ഡെറ്റ് കുറച്ചിട്ടേ പ്രൊവിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, കിട്ടൂല എന്നുള്ള ഉറപ്പിന്റെ പേരിൽ നമ്മൾ എന്തായാലും ഇനി പ്രൊവിഷൻ വെക്കേണ്ട ആവശ്യമില്ല. ഫുള്ള് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു. ഇനി അതിന് സെപ്പറേറ്റ് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് നല്ലപോലെ മനസ്സിലാക്കുക. അപ്പൊ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ട്രയൽ ബാലൻസിൽ ഡാറ്റ തന്നിട്ടുണ്ട് ബാഡ് ഡെറ്റ് എന്നുണ്ടെങ്കിൽ പിന്നെ ഡെറ്റേഴ്സിന്റെ അടുത്തുനിന്ന് കുറക്കരുത്. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ കണ്ടോ, ഡെറ്റേഴ്സ് എത്ര 40,000 രൂപയുണ്ട്. ഡെറ്റേഴ്സ് 40,000 രൂപയുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, ബാഡ് ഡെറ്റ് 4,000 രൂപയുണ്ട്. അപ്പൊ ഓൾറെഡി ഈ 4,000 എന്ത് ചെയ്തിട്ട് കുറച്ച് വന്നിട്ടുള്ളതാണ് ഈ 40,000 എന്ന് പറയുന്നത്. നേരെ മറിച്ച് മറ്റൊരു എക്സാമ്പിളില് ഒരു 1 lakh റുപ്പി എന്തുണ്ട് ട്രയൽ ബാലൻസിൽ ഡെറ്റേഴ്സും ഉണ്ട്, ബാഡ് ഡെറ്റ് ഒരു 10,000 ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ 1 lakh 10,000 കുറച്ചിട്ട് 90,000 മേലെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ട്രയൽ ബാലൻസിൽ അത് കൃത്യമായിട്ട് തന്നതുകൊണ്ടാണ്. അത് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. ഞാൻ ബാക്കി ഡിസ്കഷനിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ഫോർമാറ്റ് ഞാൻ നമ്മുടെ എക്സാക്ട് ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഫോർമാറ്റ് എടുത്തിട്ട് അതിൽ ചെയ്യായിരിക്കും എപ്പോഴും നന്നാവുക. നോട്ട് നമ്പർ ഇപ്പൊ ഇടണമെന്നില്ല. നോട്ട് നമ്പർ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നോട്ട് നമ്പറിലേക്ക് പോയാൽ മതി. പക്ഷെ ഈ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് എഴുതുക. റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതർ ഇൻകം, ടോട്ടൽ ഇൻകം. എക്സ്പെൻസസ് വരുമ്പം cost of material consumed, purchase of stock in trade, changes in inventories, employee benefit expense, finance cost, depreciation, other expense. ഓക്കെ, അങ്ങനെ ടോട്ടൽ എക്സ്പെൻസ്. ഇത് ഈ ഒരു ഫോർമാറ്റ്. ഇത് കഴിഞ്ഞിട്ടില്ല, അതിനടുത്ത സൈഡിലേക്ക് പോകുന്നുണ്ട്. ബാലൻസ്, പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റം. നമ്മൾ ആ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചത്. എക്സെപ്ഷണൽ ഐറ്റം ഉള്ളതുണ്ടെങ്കിൽ എടുക്കുക. ഇതിൽ ക്വസ്റ്റ്യനിൽ എക്സെപ്ഷണൽ ഐറ്റം ഇല്ല. ഇതില്ലെങ്കിൽ ഇത് എഴുതണം എന്നില്ല. നമുക്ക് നേരെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എഴുതി പോകാനും പറ്റും. പിന്നെ കറന്റ് ടാക്സ് ക്വസ്റ്റ്യനിൽ എത്രയാണോ കണ്ടിട്ടുള്ളത് അതെന്ത് ചെയ്യുക, അതിനനുസരിച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഡെഫേർഡ് ടാക്സ്, പിന്നെ പ്രോഫിറ്റ് ബിഫോർ ഫോർ ദ പീരിയഡ് കണ്ടിന്യൂയിങ് ബിസിനസ്. ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷന്റെ ഡീറ്റെയിലും തന്നിട്ടില്ല. അതുകൊണ്ട് ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വേണ്ട എന്താണ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്ക് നോട്ട് നമ്പർ 1 കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ എന്തൊക്കെ വരുന്നത് നോക്കാം. നോട്ട്സ് ടു അക്കൗണ്ട്സ് ഹെഡിങ് കൊടുത്തു. നോട്ട് നമ്പർ 1 റവന്യൂ ഫ്രം ഓപ്പറേഷൻ, സെയിൽസ് 14,50,000 ഉണ്ട്. അതിന് പുറമെ അതർ ഓപ്പറേറ്റിംഗ് റവന്യൂ, അതെന്താണ്, ട്രേഡ് കമ്മീഷൻ. എടാ, ഓപ്പറേറ്റിംഗ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഓർഡിനറി കോസ്, ഒരു ബിസിനസിന്റെ ഓർഡിനറി കോസ് ഓഫ് ആക്ടിവിറ്റി എന്താണോ, അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയാ. അപ്പൊ ട്രേഡ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താ, ട്രേഡ് കമ്മീഷൻ എങ്ങനെ കിട്ടുക, നമ്മുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് കമ്മീഷൻ കിട്ടുക. അതുകൊണ്ട് ഇത് ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ടിവിറ്റി ആണ്. അതുകൊണ്ട് നമ്മൾ അത് ഇതിലെടുത്തിട്ടുണ്ട്. പിന്നെ എക്സൈസ് ഡ്യൂട്ടി നമ്മുടെ സെയിൽസ് വാല്യൂവിൽ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്തു, കുറച്ചു. ഫൈനലി നമ്മുടെ എമൗണ്ട് എന്താണ്, 14,50,000 തന്നെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അടുത്തത് അതർ ഇൻകം ആണ്. അപ്പൊ നമ്മുടെ അതർ ഇൻകംസ് എന്തൊക്കെ നോക്കുക, ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്, ഡിവിഡൻഡ് റിസീവ്ഡ് ഉണ്ട്, ട്രാൻസ്ഫർ ഫീ റിസീവ്ഡ് ഉണ്ട്, റെന്റൽ ഇൻകംസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 14,000 വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്, അതർ ഇൻകംസ്. അപ്പൊ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അവിടെ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഇനി നമ്മൾ അതർ ഇൻകം 14,000 കൊടുത്തു. എന്നിട്ട് ടോട്ടൽ ഇൻകം, ഈ രണ്ട് എമൗണ്ടുകളും തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻകം. 14,64,000. ഇവിടെ ഒരു 0 അധികം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് നല്ലപോലെ ശ്രദ്ധിക്കുക. 14,64,000 ആണ് നമ്മുടെ ഇൻകം. ഓക്കെ, ശരി. ഇനി നമ്മൾ ഇവിടൊക്കെ ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ 14,64,000 വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എക്സ്പെൻസസ് ഓരോന്നും എഴുതണം. അതിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് ഫസ്റ്റ്. അതിന്റെ നോട്ട് നമ്പർ എന്താണ്, 3 ആണ്. നോക്കുക, നോട്ട് നമ്പർ 3 വരുമ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലേ തന്നിട്ടുള്ളതോ.
അപ്പൊ മെറ്റീരിയൽ മാത്രം എടുത്താൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എത്ര? 12,000. ഓക്കെ. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ 4,60,000. ക്ലോസിംഗ് സ്റ്റോക്ക് 1,20,000. ഫൈനൽ 3,52,000 ആണ് നമ്മുടെ ഇതെന്താണ് നമ്മുടെ കയ്യിൽ തുടങ്ങുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്ര ഉണ്ടായിരുന്നു. അതിനുശേഷം പുതുതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? വാങ്ങി. അത് രണ്ടും ആഡ് ചെയ്തിട്ട് ബാലൻസ് എന്തുണ്ട്? അത് നമ്മൾ കുറച്ചു. ഇത് കുറച്ചിട്ടുള്ള ബാലൻസ് ഫിഗർ എന്താണ്? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ഇത്രയല്ലേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത്രയും നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതിൽ നമ്മൾ ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്തിട്ടില്ല? ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അവൈലബിൾ ആയെന്ന് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ഉപയോഗിച്ചത് എത്രയാണ്. അതാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി അത് നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഇനി അടുത്ത പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഉണ്ടെങ്കിൽ അത് എടുക്കണം. ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഇനി ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതാണ് അടുത്തത്. അതിന് നോട്ട് നമ്പർ 4 കൊടുക്കുക. എന്താ ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെന്ററിന്റെ ചേഞ്ചസ്, അതായത് ഇൻവെന്ററി ബിഗിനിങ്ങിലുള്ളതും അതായത് ഓപ്പണിങ്ങിലുള്ള ഇൻവെന്ററീസ് അതുപോലെ തന്നെ ക്ലോസിങ്ങിലുള്ള ഇൻവെന്ററീസും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അല്ല, നിങ്ങൾ നേരത്തെ മെറ്റീരിയൽ കൺസ്യൂമറിൽ കണ്ടിട്ടുണ്ടാവും. ഓപ്പണിംഗ് സ്റ്റോക്ക് അതുപോലെ തന്നെ പിന്നെ പർച്ചേസസ് പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഈ പരിപാടി ഒന്നില്ലേ? അപ്പൊ ഓൾറെഡി ഈ ഫിനിഷ്ഡ് ഗുഡ്സ് പുതിയത് വാങ്ങിയത് നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് മതി? ഇപ്പൊ ഇത് വെട്ടിപ്പോയിട്ടുണ്ട്. ഇനി ഇത് രണ്ടുള്ള ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കൊടുക്കണം. ഈ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി അത് നമ്മൾ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ ഒരു കാൽക്കുലേഷൻ നല്ല പോലെ ശ്രദ്ധിക്കുക. നമ്മൾ തുടങ്ങാണ്. പർട്ടിക്കുലേഴ്സ് WIP പറഞ്ഞ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാ ചെയ്യണം കേട്ടോ. ചേഞ്ചസ് ഇൻ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഡീറ്റെയിൽ ഉണ്ട്, വർക്കിംഗ് പ്രോഗ്രസിന്റെ ഡീറ്റെയിൽ ഒന്നിച്ച് ചെയ്യാണ്. എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും ഓപ്പണിംഗ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗർ ഉണ്ടല്ലോ, ഈ ഫിഗർ ആണ് നമ്മളെ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് വരക്കുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എഴുതും? ഇൻകം സൈഡിൽ എഴുതും ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെ എഴുതും? ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ എഴുതും? ഇവിടെ എഴുതും. ഇതിന്റെ ഡിഫറൻസ് ഓൾറെഡി നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. അത് ഗ്രോസ് പ്രോഫിറ്റിന്റെ എഫക്ട് വരും. അപ്പൊ ഇവിടെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ 10,000 ആണെന്ന് കരുതുക, ഇവിടെ 6,000 ആണെന്ന് കരുതുക. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി 4,000 വരും. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയാൽ പ്രോഫിറ്റ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടിയാൽ അവിടെ അതിന്റെ എഫക്ട് എന്താണ്? പ്രോഫിറ്റ് കുറയുക ചെയ്യുക. അത് ആ ഒരു ബേസിക് പോയിന്റ് നിങ്ങളെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര സാധാരണ ചെയ്യുന്നത്, അതാണ് ഞാൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറക്കുന്ന ആ ഒരു ഫോർമാറ്റ് ഇട്ട് കേട്ടോ. ഓക്കെ. അപ്പൊ എന്നിട്ട് ടോട്ടൽ ഇടാം. 16,000 ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് 12,000 ഉണ്ട്. അപ്പൊ എത്ര നമുക്ക് വരുന്നത്? 4,000 രൂപ നമുക്ക് എന്താണ്? ഇവിടെ പ്രോഫിറ്റ് ആണ്. മനസ്സിലാക്കുക. 4,000 രൂപ എന്താണ്? പ്രോഫിറ്റ് പോലെയാണ്. ഓക്കെ. ഇനി ഇവിടെ 70,000 വന്നിട്ടുണ്ട്, ഇവിടെ 80,000 വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കേസിൽ നമുക്ക് എക്സ്പെൻസ് അധികം വന്നിക്കുക. അപ്പൊ ലോസ് ആണ് റിസൾട്ട് വരിക 10,000. ഓക്കെ. അപ്പൊ നോക്കാം. 86 ഇതിന്റെ ടോട്ടൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന്റെ ടോട്ടലാണ് 86 വന്നിട്ടുള്ളത്. ഇതിന്റെ ടോട്ടൽ എത്ര വരും? അപ്പോ 92 വരും. ഓക്കെ. റിസൾട്ട് എത്ര? 6,000. ഇവിടെ നല്ല പോലെ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മള് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തിന്റെ കൂടെ ഇത് എഴുതുന്നത്? ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് എന്ന് പറഞ്ഞ് എഴുതുന്നത് എക്സ്പെൻസിന്റെ കൂടെയാണ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഹെഡിങ്ങിൽ എഴുതുന്നത്. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? ഇവിടെ റിസൾട്ട് എന്താ ഉള്ളത്? ക്ലോസിംഗ് സ്റ്റോക്ക് കുറവ്, ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുതൽ. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുതൽ പറയുമ്പം നമുക്ക് നഷ്ടമാണ്. നഷ്ടം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസിന്റെ കൂടെ എഴുതുമ്പോ ഈ നെഗറ്റീവ് ഫിഗറിൽ എഴുതാൻ പാടില്ല. എന്തിലാ എഴുതണ്ടേ? പോസിറ്റീവ് ഫിഗറിലാണ് എഴുതേണ്ടത്. ഓക്കെ. ഇനി നേരെ മറിച്ച് ഇവിടുത്തെ റിസൾട്ട് പോസിറ്റീവ് ഫിഗർ ആണ്. ഉദാഹരണത്തിന് ഇവിടെ 10,000 ആണ്, ഇവിടെ 4,000 ആണ്. നമ്മുടെ റിസൾട്ട് എത്ര? 6,000 എന്ന് എഴുതുക പോസിറ്റീവ് ഫിഗറിൽ. അപ്പൊ നമുക്ക് ഇൻകാണ്. നമ്മൾ എന്തിന്റെ കൂടെ ഇത് എഴുതുന്നത്? എക്സ്പെൻസസ് എന്നുള്ള അണ്ടറിലാണ് എഴുതുന്നത്. എന്നിട്ട് എക്സ്പെൻസ് ടോട്ടൽ ചെയ്യാൻ പോവാണ്.
അപ്പൊ ഈ നെഗറ്റീവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവിൽ എഴുതണം. കാരണം നമ്മൾ എഴുതുന്നത് എക്സ്പെൻസസിന്റെ കൂടെ ആയതുകൊണ്ടാണ്. ഈ കാര്യമാണ് ഇവിടെ പറയുന്നത്. എക്സസ് ക്ലോസിംഗ് സ്റ്റോക്ക് റിസൾട്ട് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. എക്സസ് ക്ലോസിംഗ് സ്റ്റോക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ആണ്. ഇവിടെ എക്സസ് അല്ല, ഇവിടെ എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്ക് കുറവാണ് അല്ലെ, എക്സസ് അല്ലല്ലോ. ഈ ഒരു കാര്യത്തിൽ ബാക്കിയൊക്കെ ഓക്കെയാണ്. ദെർഫോർ ദ എമൗണ്ട് റിട്ടേൺ അലോങ് വിത്ത് ദ എക്സ്പെൻസസ് ഷുഡ് ബി ഷോൺ ആസ് പോസിറ്റീവ് ഫിഗർ. ഇവിടെ എന്ത് ചെയ്യണം, ഷോർട്ടേജ് ആണ്, ക്ലോസിംഗ് സ്റ്റോക്ക് കുറവാണ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഫിഗർക്ക് മാറ്റണത്. ഓക്കെ, 86-92 കുറച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോ നമ്മള് അവിടെ നെഗറ്റീവ് ഫിഗറിലാണ് വന്നെങ്കിലും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ഫിഗറിൽ എഴുതണം. കാരണം എന്താ, നമ്മൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ഹെഡിലാണ് ഇത് എഴുതുന്നത്. ഓക്കെ, ആ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ഹെഡിൽ എഴുതുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. അപ്പൊ നെഗറ്റീവിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവിൽ ഇടണം. നേരെ തിരിച്ചാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയാൽ നമുക്ക് എന്താണ്, ഇൻകം എഫക്ട് കൂടുക ചെയ്യാം. അപ്പൊ എക്സ്പെൻസിന്റെ അണ്ടറിൽ എഴുതുമ്പോൾ അത് നെഗറ്റീവ് ഫിഗറിൽ എഴുതുമ്പോഴാണ്. ഓക്കെ, ഇത് നമുക്ക് നേരെ തിരിച്ചെഴുതിയാൽ പോരെ എന്നൊക്കെ ചോദിക്കും. എന്നാൽ കറക്റ്റ് അതേ സംഖ്യയിൽ കിട്ടൂലേ, ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങനെ കിട്ടും. പക്ഷെ എനിക്ക് തൽക്കാലം ഒരു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് മാത്രം സംസാരിക്കാനല്ല താല്പര്യം. എനിക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതുന്നെന്ന് പറയുന്നത് അത് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ താല്പര്യം. പലരും മറ്റു രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്, ആൻസർ കറക്റ്റ് ആവും, പക്ഷെ ലോജിക്കാണ് പ്രധാനം. എന്തുകൊണ്ട് നെഗറ്റീവ് എഴുതുന്നു, എന്തുകൊണ്ട് പോസിറ്റീവ് എഴുതുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ് നമുക്ക് അടുത്ത് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് നോട്ട് നമ്പർ 5. അതിലാകെ സാലറി മാത്രമല്ലേ ഉള്ളൂ. സാലറി ആൻഡ് വേജസ് 3 lakh. അത് നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ ഇവിടെ കൊണ്ടുവരും. പിന്നെ ഫിനാൻസ് കോസ്റ്റ് ഉണ്ട്, 6 ആണ് എന്ത് നമ്പർ. ഫിനാൻസ് കോസ്റ്റിൽ എന്തൊക്കെ, ഇൻട്രസ്റ്റ് റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, ബോറോയിങ് കോസ്റ്റ്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, ടോട്ടൽ 18,000. ഇനി ഡിപ്രീസിയേഷൻ ഓരോന്നിന്റെ, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിന്റെ മേലിൽ 20%, ബിൽഡിങ്ങിന്റെ മേലിൽ 5%, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന്റെ മേലിൽ 10%, ടോട്ടൽ 35,000. ഓക്കെ, ആ ഫിഗർ ഇവിടെ കൊണ്ടുവരിക. അതർ എക്സ്പെൻസ്, ഒരുപാട് അതർ എക്സ്പെൻസസ് ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കി എങ്ങനെ എടുത്താൽ മതി. ബാഡറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാഡറ്റ് എങ്ങനെ, ഇതിന്റെ കാൽക്കുലേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞ. ബാഡറ്റ് ക്വസ്റ്റ്യനിൽ ഡെറ്റേഴ്സ്, ട്രയൽ ബാലൻസിൽ ഡെറ്റേഴ്സ് 4,000 ഉണ്ട്. അതൊരു കാര്യം. ഇനി സോറി, ബാഡറ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡറ്റ്. ഓക്കെ, ബാഡറ്റ് തന്നിട്ടുണ്ട്, പ്രൊവിഷൻ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 40,000 രൂപ ഡെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ബാഡറ്റ് ക്വസ്റ്റ്യൻ എത്ര ഉണ്ട്, 4,000 ഉണ്ട്. ഓക്കെ, പ്രൊവിഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സാധാരണഗതിയിൽ നോർമലി നമുക്ക് ഇത് കുറച്ചിട്ട് 36,000 മേലില് എന്താണ് 10% ആണ് കാണേണ്ടത്. അപ്പൊ 3,600 ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവിടെ എങ്ങനെ 4,000 വന്നത്, ഇവിടെ ശ്രദ്ധിക്കുക, ഡെറ്റേഴ്സും ട്രയൽ ബാലൻസിലുണ്ട്, ബാഡ് ഡെറ്റും ട്രയൽ ബാലൻസിലുണ്ട്. അതിനർത്ഥം ഈ ബാഡ് ഡെറ്റ്സ് ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിട്ടിട്ടുണ്ട്, ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് പറഞ്ഞ എൻട്രി 4,000 ഇട്ടിട്ടുണ്ട്. അതിനർത്ഥം ഓൾറെഡി ഈ 4,000 കുറച്ചിട്ടുണ്ട്. ഇനി വീണ്ടും കുറച്ചിട്ട് 4,000 കുറക്കരുത്. 40,000 മേലിൽ 10% കണ്ടാൽ മതി. അപ്പോ ട്രയൽ ബാലൻസിൽ രണ്ടും വരുന്നുണ്ടെങ്കിൽ, രണ്ടും എന്ന് പറഞ്ഞാൽ എന്താ, ഡെറ്റേഴ്സ് ഏതായാലും ട്രയൽ ബാലൻസ് ഉണ്ടാവും, അതിന്റെ കൂടെ ബാഡ് ഡെറ്റും കൂടെ വരുന്നുണ്ടെങ്കിൽ ആ ട്രയൽ ബാലൻസിൽ എത്ര രൂപയാണോ ബാഡ് ഡെറ്റ് വന്നത് അത് വീണ്ടും കുറക്കാൻ പാടില്ല. വേറെ ഇനി അഡീഷണൽ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത് കുറക്കണം കേട്ടോ. അഡീഷണലി ഇനിയും അഡ്ജസ്റ്റ്മെന്റിൽ കുറച്ചും കൂടെ ബാഡ് ഡെറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് കുറക്കണം. ട്രയൽ ബാലൻസിൽ എന്താണോ വന്നത് അത് കുറക്കരുത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി അഡ്വർടൈസ്മെന്റ്. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറ്റേഴ്സ് 40,000 ഇൻറ്റു 10/100, 10% കാണാൻ പറഞ്ഞതാണല്ലോ. ഓക്കെ, ഇനി കമ്മീഷൻ. ഓക്കെ, എല്ലാ എക്സ്പെൻസും എടുത്ത് എഴുതുക, വേറെ ഇതൊന്നുമില്ല. എല്ലാ എക്സ്പെൻസും എടുത്ത് എഴുതി ടോട്ടൽ ചെയ്യുമ്പോൾ 49,000 ഉണ്ട്. ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എഴുതുക. ടോട്ടൽ എക്സ്പെൻസ് ഇതെല്ലാം കൂടെ ഇത്രയും എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് എക്സ്പെൻസ് ടോട്ടൽ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫിഗറിൽ എഴുതാൻ പറ്റൂല. കാരണം ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടുതലാവുക എന്നുള്ളതാണ്. അപ്പൊ ആ നെഗറ്റീവിൽ കൊണ്ടുവന്ന ഈ ടോട്ടൽ എക്സ്പെൻസിന്റെ എമൗണ്ടിൽ ഇത് കുറഞ്ഞു വരും. നേരെ മറിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുന്ന സാഹചര്യത്തിൽ അവിടെ എന്തായിരിക്കും, പോസിറ്റീവ് ഫിഗറിലായിരിക്കും നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് വരിക. അപ്പൊ അതെന്ത് ചെയ്യണം, നെഗറ്റീവിലാക്കണം. കാരണം ഇൻകം, ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ ടോട്ടൽ ചെയ്യണം. അപ്പൊ അവിടെ ഇൻകം എഫക്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് എഫക്ട് ചെയ്യുന്നത്. ഇത് ടോട്ടൽ ചെയ്തിട്ട് കിട്ടിയ ഫിഗർ ആണ് 7,60,000. അപ്പൊ ഇനി അടുത്തെന്താ, പ്രോഫിറ്റ്. അതായത് ഈ സംഖ്യയിൽ നിന്നും ഈ സംഖ്യ കുറക്കുക, അതാണ് നമ്മൾക്ക് അടുത്ത കാണേണ്ടത്.
അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാണ്. ഓക്കെ ഓക്കെ ഇനി എക്സെപ്ഷൻ ഐറ്റം ക്വസ്റ്റ്യനിലില്ല, അതില്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ നില്ലാണ്. സ്വാഭാവികമായിട്ടും അത് കുറച്ചാൽ കിട്ടുന്നത് വീണ്ടും 7,04,000 തന്നെയാണ്. ഇനി എന്ത് ചെയ്യണം, കറന്റ് ടാക്സ് 7,04,000-ന്റെ 30%. ഓക്കെ അതെന്ത് ചെയ്യണം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു കണ്ടെത്തി. ശേഷം ഡെഫേർഡ് ടാക്സ് ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ പിന്നെ ഈ സംഖ്യയിൽ നിന്നും ഈ സംഖ്യ കുറക്കുക. 7,04,000-ന്ന് 2,11,200 കുറച്ചാൽ കിട്ടുന്നതാണ് 4,92,800. ഇതാണ് നമ്മുടെ ഫൈനൽ ഫിഗർ. ഓക്കെ ഇതാണ് ഫൈനൽ ആൻസർ. അപ്പൊ ഇതോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇനി ബാലൻസ് ഷീറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് നല്ല രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യനും ചെയ്യതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.